സജ്ജോ ഇന്നിപ്പോ SLC റിസൾട്ട് അറിഞ്ഞതല്ലേ? നമ്മളെ കുട്ടികൾക്ക് ഒരു വിജയാശംസ. അപ്പൊ എല്ലാ വിജയിച്ച നല്ല മാർക്ക് നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും 1000 അഭിനന്ദനം. പക്ഷേ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. എല്ലാ ഈ ഒരു കുറി റിസൾട്ട് പൊതുവെ കുറവാണ്. അപ്പോൾ ആ A+ വാങ്ങിയ എല്ലാ കുട്ടികൾക്കും അതുപോലെ തന്നെ വിജയിച്ച എല്ലാ കുട്ടികൾക്കും പ്രത്യേക അഭിനന്ദനം. കാരണം ഇപ്രാവശ്യം പൊതുവെ എക്സാം കുറച്ച് ടഫാന്നുള്ള വിലയിരുത്തലുണ്ടായിരുന്നല്ലോ. എന്നിട്ടും ആ മികച്ച വിജയം നേടിയ കുട്ടികളെ പ്രത്യേക അഭിനന്ദിക്കണം. അടിപൊളി. സന്തോഷം. കുട്ടികൾക്ക് ഭയങ്കര സംഭവങ്ങളാട്ടോ. എന്ത് പറഞ്ഞാലും ഓലെ മാക്സിമം എഫേർട്ട് എടുത്തു, ഉഷാറാക്കി. ഭയങ്കര സന്തോഷം. അവർ മാഷേ കുട്ടികളോട് എന്താണ് ഈ സമയത്ത് എന്താ പറയാളോ? ഒന്നും പറയാ. നമ്മളെ കുട്ടികൾ പൊള്ളിയാണല്ലേ പറഞ്ഞാല് അടിപൊളി റിസൾട്ട്. പിന്നെ നമ്മൾ വിചാരിക്കണ പോലെ ഒന്നല്ല ഇപ്പത്തെ കുട്ടികൾ, ഇപ്പത്തെ ജനറേഷൻ അടിപൊളി. സാർ നമ്മളെ കുട്ടികളോട് എന്താ പറയാ ഈ സമയത്ത്? അടിപൊളി. എല്ലാവിധ ആശംസകളും. മക്കള് നെട്ടിച്ചു, റിസൾട്ട് കൊണ്ട് നെട്ടിച്ചു. ഓക്കെ, എങ്ങനെ നന്ദി പറയേണ്ടി അറിയില്ല. ഓക്കെ, കൺഗ്രാസ്. പക്ഷേ കുട്ടികളോട് പിന്നെ എന്താ പറയാനുള്ളത്? നമ്മൾ ആദ്യത്തെ ഘട്ടം ഗംഭീരായി അല്ലേ? SSLC ഗംഭീരായി. അത് എന്താണ്, ഫുൾ A+ കിട്ടിയവർ മാത്രമല്ല, അല്ലാത്തവർക്കും നല്ല മാർക്കാണ്, നല്ല ഗ്രേഡുകളാണ്. 1 or 2 പോയി വെച്ചിട്ട് നമ്മൾ നിരാശപ്പെടരുത്. അപ്പോൾ ഇനി 1ാം ഘട്ടം നമ്മൾ ഗംഭീരാക്കി. ഇനി അടുത്ത സ്റ്റേജ് നമ്മളെ ഏറ്റവും താല്പര്യം നോക്കി ഏറ്റവും നല്ല കോഴ്സ് സെലക്ട് ചെയ്യുക, നല്ല സ്ഥാപനങ്ങളിലെത്തുക. ഓക്കെ, അപ്പോൾ എല്ലാ ആശംസകളും. ഇനിയുള്ള പഠനം വൈബാക്കി നല്ല ഉഷാറാക്കി പോകല. അടിപൊളിയാക്കി നല്ല നിങ്ങൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഉള്ള ഗ്രേഡൊന്നും നോക്കണ്ട, ഇനിയുള്ള ഗ്രേഡുകൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ. SSLC ഉന്നത വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ.